What is the difference between bookkeeping and accounting? ബുക്ക് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് നമുക്ക് നോക്കാം. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ഒരു നാരോ കോൺസെപ്റ്റ് ആണ്. അതായത് ജസ്റ്റ് ബുക്കിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെ റെക്കോർഡിങ്ങും അതുപോലെ അതിന്റെ മെയിൻ്റെനൻസ് മാത്രമാണ് ബുക്ക് കീപ്പിംഗ് വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ നാരോ ടേം which means record keeping or maintaining the books of accounts. It covers only first 4 activities. അക്കൗണ്ടിങ്ങിൽ പറയുന്ന ആദ്യത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യുക, ദെൻ മെഷർ ചെയ്യുക, ദെൻ റെക്കോർഡ് ചെയ്യുക, ദെൻ ക്ലാസിഫൈ ചെയ്യുക. ദാറ്റ്സ് ഓൾ. പക്ഷേ അക്കൗണ്ടിങ് ആണെങ്കിൽ 8 ആക്ടിവിറ്റീസ് ഓൾ ടുഗദർ വരുന്നുണ്ട്. എന്തൊക്കെയാണിത്? സോ ഐഡന്റിഫൈയിങ് വരും, മെഷറിങ് വരും, റെക്കോർഡിങ് വരും, ക്ലാസിഫൈയിങ് വരും, സമറൈസിങ് വരും, അനലൈസിങ് വരും. ദെൻ അനലൈസിങ്ങിലുണ്ട്, ഇന്റർപ്രിറ്റ് ചെയ്യലുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യലുണ്ട്. എന്തോ ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന്റെയും ഇവന്റ്സിന്റെയും നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ കമ്പനിയിൽ എത്രത്തോളം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇവന്റ്സ് നടക്കുന്നുണ്ട്, ഇതിനെയൊക്കെ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. അതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആണെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റി മണി ടേംസിൽ അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്യുക. ദെൻ അത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് അക്കൗണ്ടൻസി എന്നത് ഒരു സയൻസ് ആണ്. ലുക്ക പാസിയോളി എന്ന് പറയുന്ന വ്യക്തിയാണ് അതിന്റെ ഫാദർ. അദ്ദേഹം ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു സയൻസിലെ രീതിയിലാണ് റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ അത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. ദെൻ അത് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത് ആണ് പിന്നത്തെ. ഫസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറിജിനൽ എൻട്രി ജേർണൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിലാണ്, നമ്മൾ ജേർണൽ ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ദെൻ ജേർണൽ ബുക്കിൽ നിന്ന് ലെഡ്ജർ പോലുള്ള ഓരോ ഇനം തിരിച്ച് പർച്ചേസ് ഡേ ബുക്ക്, സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, സെയിൽസ് റിട്ടേൺസ് ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേയബിൾ ബുക്ക്, അങ്ങനെ ഓരോ ഐറ്റം വൈസ് ക്ലാസിഫൈ ചെയ്ത് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ സമ്മറൈസിങ് ഉണ്ട്. അതിന്റെ സമ്മറി ആയിട്ടാണ് നമ്മൾ ഒരു 1 അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത് ഓൾ ഇയർ ആയിരിക്കാം. ഓൾ ഇയറിൽ നടക്കുന്ന മുഴുവൻ ട്രാൻസാക്ഷൻസിനെയും നമുക്ക് ഏതാണ്ട് എൻഡ് ഓഫ് ദി ഇയറിലെ 1-2 പേജുകൾക്കുള്ളിൽ ഒരു സമ്മറിയാക്കി കൊണ്ടുവരാനായിട്ട് പറ്റുന്ന രീതിയിൽ വളരെ സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് ആണ്. സോ സമ്മറൈസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദെൻ അനലൈസ് ചെയ്യുക, ട്രാൻസാക്ഷൻസിനെ അനലൈസ് ചെയ്യുക. അത് അനലൈസ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് വെദർ വി ആർ അറ്റ് എ പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് കമ്പനിക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഫേമിന് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യാം. ഇങ്ങനെ പോയാൽ തീർച്ചയായിട്ടും പറ്റില്ല. നമ്മൾ ലോസിലാണെങ്കിൽ പറ്റില്ല. നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഡെറ്റ്സ് ഒക്കെ നമുക്ക് പേ ഓഫ് ചെയ്യാൻ പറ്റില്ല, കടബാധ്യതകൾ വീട്ടിൽ തീർക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ചിലവ് ചുരുക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കമ്പനി ഗുഡ് പൊസിഷനിലാണ്, ഫിനാൻഷ്യലി സൗണ്ട് ആണ്, നമുക്ക് കടം വാങ്ങിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് ഈ ഫിഗേഴ്സ് സ്റ്റഡി ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം റെലവെന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പാർട്ടീസിനോട് ഈ അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത്രയും ടാസ്ക് ഉണ്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിനാൽ. സോ അക്കൗണ്ടിങ് ഈസ് എ ബ്രോഡ് കോൺസെപ്റ്റ്. പക്ഷേ ബുക്ക് കീപ്പിംഗ് ഇറ്റ് ഈസ് ഓൺലി എ നാരോ കോൺസെപ്റ്റ്. അത് വളരെ ചെറിയൊരു കാര്യം മാത്രമാണ്. ബുക്ക് കീപ്പിംഗ് സിംപ്ലി റെക്കോർഡിംഗ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസും മെയിൻറ്റെയിനിങ് ബുക്സ് ഓഫ് അക്കൗണ്ട്സും, ഈ 2 കാര്യം കൊണ്ട് കഴിഞ്ഞു. എന്നാലോ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതല്ല. അതിനുശേഷം 8ഓളം വ്യത്യസ്തമായ കാര്യങ്ങൾ അതിനകത്ത് ആകെ അടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ബുക്ക് കീപ്പിങ്ങിൽ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യലും, മെഷർ ചെയ്യലും, റെക്കോർഡ് ചെയ്യലും, ക്ലാസിഫൈ ചെയ്യലും ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. പക്ഷെ അപ്പോഴും ബാക്കിയുള്ള സമ്മറൈസ് ചെയ്യലും, അനലൈസ് ചെയ്യലും, ഇന്റർപ്രറ്റ് ചെയ്യലും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യലും ഒന്നും എവിടെയില്ല, ബുക്ക് കീപ്പിങ്ങിലില്ല. അതായത് ഒരു മിനിമം നോളജ് ഉള്ള ഒരാൾക്ക് ബുക്ക് കീപ്പർ ആകാൻ സാധിക്കും. പക്ഷെ ഒരു മിനിമം നോളജ്, അക്കൗണ്ടൻസിയെ കുറിച്ചുള്ള മിനിമം നോളജ് ഉള്ള വ്യക്തിക്ക് ഒരിക്കലും ഒരു അക്കൗണ്ടന്റ് ആകാൻ സാധിക്കില്ല. അതാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. അക്കൗണ്ടൻസി എന്ന് പറയുന്ന സയൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് അയാൾ വളരെ ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റ് ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ.